KFA ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വടക്കഞ്ചേരിയുടെ കർഷക ശബ്ദം. ഞാൻ ബിജു ഇളനാട്. കേരളത്തിലെ കോഴി കർഷകർ ഇപ്പോൾ അതിരൂക്ഷമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കോഴിത്തീറ്റയുടെ അനിയന്ത്രിതമായ വില വർധനവിന് പുറമെ കോഴിക്കുഞ്ഞുങ്ങളുടെയും മുട്ടയുടെയും വിലയിലുണ്ടാകുന്ന അസ്ഥിരത കൂടി ചേർന്നതോടെ കർഷകർ പൂർണ്ണമായും ദുരിതത്തിലായിരിക്കുകയാണ്. ചാക്കിന് കൂടിയത് 500 രൂപയോളം 5 മാസത്തിനിടെ 50 കിലോയുടെ ഒരു ചാക്ക് കോഴിത്തീറ്റയ്ക്ക് ഏകദേശം 500 രൂപയോളമാണ് വർദ്ധിച്ചത്. 1900 രൂപയുണ്ടായിരുന്ന സ്ഥാനത്ത് നിലവിൽ 2400 രൂപ വരെയാണ് ഒരു ചാക്ക് തീറ്റയ്ക്കായി കർഷകർ നൽകേണ്ടി വരുന്നത്. ചോളം, സോയ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും വിലക്കയറ്റവുമാണ് പ്രധാന പ്രതിസന്ധിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നടുവൊടിഞ്ഞ് കർഷകർ കോഴി വളർത്തൽ മേഖലയിലെ മൊത്തം ചെലവിന്റെ 60 മുതൽ 75% വരെ തീറ്റയ്ക്കുള്ള ചെലവാണ്. ഇതിനു പുറമെ കോഴിക്കുഞ്ഞുങ്ങളുടെ വിലവർദ്ധനവ്, വൈദ്യുതി ചാർജ്, തൊഴിലാളികളുടെ വേതനം, മരുന്ന്, ഗതാഗതം എന്നിവയ്ക്കുള്ള ഉയർന്ന ചെലവ് കൂടിയായതോടെ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഒരു കോഴി വളർന്ന് വലുതാകുമ്പോഴേക്കും മുടക്കുന്ന തുകയുടെ ഇരട്ടിയിലധികം വിപണിയിൽ ലഭിക്കാത്ത സാഹചര്യമാണ് പലയിടത്തുമുള്ളത്. ലാഭകരമല്ലാത്തതിനാലും വായ്പാ തിരിച്ചടവുകൾ മുടങ്ങുന്നതിനാലും നിരവധി ചെറുകിട കർഷകർ ഇതിനകം ഫാമുകൾ പ്രവർത്തനം നിർത്തിവെച്ചു. ഇറച്ചിവില വർധനവ്, തീറ്റവിലയിലെ വർധനവ് കോഴിയിറച്ചിയുടെയും മുട്ടയുടെയും വിലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിവെക്കുന്നു. വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഓണക്കാലത്ത്, വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നു. കേരളത്തിൽ ആവശ്യത്തിന് ഹാച്ചറികൾ ഇല്ലാത്തതും തമിഴ്നാട്, കർണാടക തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതും പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഇടത്തട്ടുകാരുടെ കുത്തകവൽക്കരണം നിയന്ത്രിക്കണമെന്നുമാണ് കർഷകരുടെ പ്രധാന ആവശ്യം. വാർത്തകളുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.